ഇന്ന് പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാ ദൈവങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മുടെ ടിങ്കിൾ ആണിന്ന് പ്രസംഗിക്കേണ്ടത്. നമ്മളത് ടിങ്കിളുടെ യാത്രയോടുകൂടി വിൽസൺ ബ്രദർ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അവസാനമായിരുന്നു വിൽസൺ ബ്രദർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചവർ രണ്ടുപേരും ദൈവം സംസാരിക്കട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ടിങ്കിളിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അല്പശാരീരിക ക്ഷീണമുണ്ട്. അതങ്ങോട്ട് മാറിയിട്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം പ്രസംഗിച്ചോളും. ഏതായിരുന്നാലും ദൈവസന്നിധിയിൽ ആയിരിക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ ദൈവജനത്തിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ക്രിസ്തുദാസ് വരെ സംസാരിക്കും. അതിനുശേഷം പ്രിയ വിൽസൺ ബ്രദർ നമ്മളോട് ദൈവത്തിൻ്റെ വഴി സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, യഹോവേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തോളണം. ഒരു ഭക്തൻ എപ്പോഴും അവൻ ശരണമാക്കേണ്ടത് കർത്താവിനെ തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരണം കർത്താവാണ്. ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ വായിക്കുന്ന അവസരം നമുക്ക് കാണാൻ കഴിയും, ഞാൻ യഹോവയോട് പറഞ്ഞു. ഇതൊരു വളരെ 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 അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ്. ഞാൻ യഹോവയോട് പറഞ്ഞു, നീ എൻ്റെ കർത്താവാകും. ഇതേ ദാവീദ് തന്നെ 110 സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയും. 110 സങ്കീർത്തനം എന്താ പറയുന്നത്? 110 യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങളുടെ വാക്കുവോളം. അപ്പൊ ഇവിടെ ആരാ കർത്താവ്? എല്ലാവരുടെയും വ്യാഖ്യാന പ്രകാരം ഇവിടെ ആരാ കർത്താവ്? യേശു കർത്താവ്. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞു, നീയും ആണ് എൻ്റെ കർത്താവ്. യഹോവ മാത്രമാണ് കർത്താവ് എന്ന് ബൈബിളിൽ ധാരാളം വാക്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ യേശു എന്ന് പറയുന്നത് ഈ യഹോവ തന്നെയാണ് ദാസവേഷം പൂണ്ട് കടന്നു വന്നത്. അതുകൊണ്ടാണ് കർത്താവ് എന്ന് പറഞ്ഞ യഹോവ എൻ്റെ കർത്താവിനോട്. യഹോവ എന്ന് പറഞ്ഞ ആത്മാവായ ദൈവം. ആത്മാവ് എൻ്റെ കർത്താവ് എന്ന് പറയുന്ന ആരാ? ഈ ആത്മാവായ ദൈവം സ്വീകരിച്ച ജഡത്തെയാണ്. ജഡത്തിൽ അവൻ കഷ്ടം അനുഭവിച്ചെന്നാ പറയുന്നത്. അപ്പം ദൈവത്തെ ആർക്കും കഷ്ടപ്പെടുത്താനോ ക്രൂശിൽ കൊല്ലാനോ പറ്റുകയില്ല. പിന്നെന്താ ചെയ്യുന്നത്? അതിന് ദൈവം ചെയ്ത പദ്ധതി എന്താ? ആത്മാവായ ദൈവം ഒരു ജഡം സ്വീകരിച്ചു. വേഷത്തിൽ മാത്രം അവൻ മനുഷ്യനായത്. ആ ജഡത്തിൽ താൻ കഷ്ടം അനുഭവിച്ചു. തനിക്ക് വേണ്ടി താൻ ഒരു ശരീരം ഒരുക്കി. ആ ജഡത്തെ പോലും ദാവീദ് ഇവിടെ എന്ത് ചെയ്യുകയാണ്? കർത്താവേന്നാ വിളിക്കുന്നത്. കാരണം എന്താ? ആ ജഡത്തിൽ വസിക്കുന്നവൻ ആരാ? യഹോവയാണെന്നുള്ള നല്ല ബോധമുണ്ടായിരുന്നു. യഹോവ അല്ലാതെ ഒരു കർത്താവ് ഇല്ല. നമുക്കറിയാം, എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് കർത്താവ് ഒരുവൻ എന്നാ പറഞ്ഞത്. 2 കർത്താക്കന്മാരില്ല. യഹോവ ഒരു കർത്താവും യേശു ഒരു കർത്താവും. അങ്ങനെ 2 കർത്താക്കന്മാരില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന കർത്താവ് ഒരുവനാണ്. അത് യഹോവ തന്നെയാണ്. പിന്നെ ഇവിടെ യേശുവിനെ, ആ യഹോവയായ ദൈവം യേശുവിൻ്റെ 2 അല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് 110 സങ്കീർത്തനം നമ്മൾ അത് പഠിക്കേണ്ടത്. അത് 2 അല്ല, 2 കർത്താക്കന്മാരല്ല. യഹോവ എന്റെ കർത്താവിനോട് എന്ന് പറഞ്ഞ ആത്മാവായ ദൈവം ജഡം സ്വീകരിച്ചു വന്ന അവസ്ഥയെ, ആ മനുഷ്യത്വത്തെ, അതിൽ വസിക്കുന്നത് ആരാ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം തന്നെയാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് എന്ന് വിളിച്ചത്. അല്ലാതെ ദാവീദ് മറ്റൊരുവനെ കർത്താവ് എന്ന് വിളിക്കുക. യഹോവ എന്ന കർത്താവും, യഹോവയല്ലാതെ എനിക്കൊരു കർത്താവില്ല, ഞാൻ യഹോവയോട് പറഞ്ഞു നീയാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ അതേ ദാവീദ് ഇവിടെ വന്നപ്പോൾ കാര്യം മാറിയില്ല. ഇവിടെ വന്നപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യഹോവയെ കൊണ്ട് മാറ്റി വെച്ചിട്ട് യേശു എൻ്റെ കർത്താവാണെന്ന് പറയുന്ന അവസരവാദമൊന്നും ദാവീദിനില്ലായിരുന്നു. കാരണം പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവായി എന്ന് പറഞ്ഞാൽ യേശുവിനെ യഹോവയായി അംഗീകരിക്കണം. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ യഹോവയായി അംഗീകരിക്കണം. യേശുവിനെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. അതും രക്ഷിക്കപ്പെടണമെങ്കിൽ എന്താ? പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ദാവീദ് പുത്രനെ കുറിച്ച് ചോദിച്ചു അല്ലേ? ദാവീദ് പുത്രനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ദാവീദ് കർത്താവെന്ന് വിളിക്കുന്നല്ലോ അല്ലേ? എന്ന് വിളിക്കുന്നല്ലോ എന്നവിടെ ചോദിക്കാനിടയായിട്ടുണ്ട്.
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ കർത്താവ് ഒരുവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദാവീദ് ഇവിടെ പറയുന്നത്. യഹോവ എന്ന് പറഞ്ഞാൽ ആരാ? ആത്മാവ്. ദൈവം ആത്മാവായ ദൈവത്തെയാണ്. ഈ യേശു എന്ന് പറഞ്ഞാൽ ആരാ? ആത്മാവായ ദൈവം ജഡത്തിൽ വന്നവൻ തന്നെയാണ്. ആ ജഡത്തിൽ വന്ന ആ ആത്മാവായ ദൈവത്തിന്റെ ജഡത്തിലാണ് നീ എന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ ആത്മാവിന് ഇരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ആത്മാവിന് ഇരിക്കേണ്ട, പിന്നെ ആർക്കാ ഇരിക്കേണ്ടത്? ജഡത്തിനാണ് ഇരിക്കേണ്ടത്. ഈ ജഡം എന്ന് പറയുന്നത് ആത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിന് വിധേയപ്പെട്ട് മുൻപോട്ട് പോകുന്നു എന്നാണ്. അവന്റെ ദൈവത്വത്തിന് വിധേയപ്പെട്ട് തന്നെയാണ് അവന്റെ മനുഷ്യത്വം മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദ് യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്. വെളിപ്പാട് 22:16 വായിച്ചേ. 22:16. യേശു എന്ന് ഞാൻ അവിടെ യേശു പറയുന്ന കേട്ടോ. പഴയ നിയമത്തിൽ മാത്രമല്ല യേശു സംസാരിച്ചത്. അല്ല, പഴയ നിയമത്തിലല്ല, പിന്നെ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷവും യേശു സംസാരിക്കുന്നുണ്ട് അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന യേശു സംസാരിക്കുന്ന പല ഭാഗങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഈ ബൈബിൾ സൊസൈറ്റിക്കാര് റെഡ് ലൈനിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം യേശുവിന്റെ വാക്കുകൾ മുഴുവൻ റെഡ് ലൈനിൽ എഴുതിയിട്ടുണ്ട്. ആ ചുവപ്പ് അക്ഷരത്തിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ദാവീദിന്റെ പേരാണ് ഞാൻ. യേശു പറയാ ദാവീദിന്റെ പേരാണ്, ദാവീദിന്റെ വംശമാണ്. പേരെന്ന് പറഞ്ഞാൽ എന്താ? പേരെന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പേരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്ഭവം. ദാവീദിനെ ഇങ്ങോട്ട് പുറപ്പെടുവിക്കുവാൻ കാരണക്കാരനായ അപ്പനാണ് ഞാനെന്ന് അതിന്റെ അർത്ഥം. ഞാനാണ് ദാവീദിന്റെ അപ്പൻ. അപ്പോൾ തന്നെ എന്താ? ദാവീദിന്റെ വംശം കൂടെ. അപ്പനും മകനും ഒരാളായിരിക്കാൻ പറ്റുമോ? പറ്റും. ആർക്ക് പറ്റില്ല? മനുഷ്യർക്ക് പറ്റില്ല. പക്ഷെ ദൈവത്തിന് പറ്റും. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ അസാധ്യമായിട്ട് അവരൊന്നുമില്ല. മനുഷ്യർക്ക് പറ്റാത്ത അസാധ്യമായിട്ടുള്ളതെല്ലാം ദൈവത്തിന് കഴിയും. അപ്പനും മകനും ഒരു വ്യക്തി ആയിരിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താ? യേശു ക്രിസ്തു ദാവീദിന്റെ അപ്പനാണ്. അപ്പോൾ തന്നെ ദാവീദിന്റെ വംശം, ദാവീദിൽ നിന്ന് പുറപ്പെട്ട ഒരു സന്തതികളെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മരത്തെ, ഒരു വൃക്ഷത്തെ അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ? ആ വൃക്ഷത്തിന്റെ വേര് എവിടെ നിൽക്കുന്നത്? മണ്ണിനടിയിലാണ്. മണ്ണിനടിയിൽ നിൽക്കുന്ന ഈ വേരിന് ആർക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമോ? അതുകൊണ്ട് അതിന് വേരില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ വേരിന്മേലാണ് ഈ വൃക്ഷം നിൽക്കുന്നത് അല്ലേ? ആ വേരെന്ന് പറഞ്ഞാൽ ഈ വേര് നിമിത്തമായിട്ടാണ് ഈ വൃക്ഷം മുളച്ചു വന്നത്. വേരില്ലെങ്കിൽ വൃക്ഷവും. അപ്പൊ ഞാൻ ദാവീദിന്റെ വേരാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ദാവീദിന്റെ അപ്പനാണ്. ദൈവത്വത്തെ അവൾ സൂചിപ്പിക്കുന്നത്. ദൈവ ആത്മാവാ. ആത്മാവിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഞാൻ ദാവീദിന്റെ വേരാണെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവായ ദൈവമാണ്, സകല ശിക്ഷിതാവുമായ ആ ദൈവമാണ്. ഞാൻ ദാവീദിന്റെ പേരും ദാവീദിന്റെ വംശവും കൂടെയാണ്. ദാവീദിനെ ഇങ്ങോട്ട് വിട്ടത് ഞാനാണ്. അവന്റെ അപ്പനാണ്. അതുപോലെ ദാവീദിന്റെ വംശമാണ്, ദാവീദിന്റെ പുത്രനും കൂടിയാണ്. ഹല്ലേലൂയ. യേശു ചോദിച്ചു, യേശുവിനെ കർത്താവ് എന്ന് പറയുന്നു, പിന്നെ എങ്ങനെ പുത്രനായിരിക്കും എന്ന് യേശു ചോദിച്ചില്ലേ? ഹല്ലേലൂയ. അപ്പോൾ വേരെന്ന് പറയുന്നത് അവന്റെ ദൈവത്വത്തെയാ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവിനെയാ സൂചിപ്പിക്കുന്നത്. ആത്മാവിനെ ആർക്കും കാണാൻ കഴിയില്ല. വേര് മണ്ണിനടിയിലാണ്. ആ വേരിന്മേൽ തന്നെയാണ് ഈ വൃക്ഷം മുളച്ചു വരുന്നത്. അവന്റെ ദൈവത്വത്തിൽ തന്നെയാണ് അവന്റെ മനുഷ്യത്വം ഉത്ഭവിച്ചു വരുന്നത്. അവന്റെ ദൈവത്വവും അവന്റെ മനുഷ്യത്വവും രണ്ടാക്കാൻ പറ്റില്ല. അത് ഒന്നായി തന്നെ നിലകൊള്ളുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അവൻ ദൈവവും പിതാവ് പുത്രനും ഒന്നാ. അല്ലെങ്കിൽ പിന്നെ യേശുവിനെ ഇടയെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇടയനെന്ന് പറയുന്നു. അതുപോലെ കുഞ്ഞാടാരാ? യേശു തന്നെയാ. രണ്ടുപേർക്ക് ഇടയനാകാനായിട്ട് ഒരുവൻ ഇടയന് വാങ്ങണം, ഒരുവൻ കുഞ്ഞാട് വാങ്ങണം. എങ്ങനെ സാധിക്കും? ഈ കുഞ്ഞാടിനെ പരിപാലിക്കുന്ന ആരാ? ഇടയനാ. ഇതെങ്ങനെ ഒരാൾക്കാകാൻ സാധിക്കും? സാധിക്കുകയില്ല. പക്ഷെ ദൈവത്തിന് കഴിയും. ഒരുവൻ തന്നെ കുഞ്ഞാടായിട്ടും അവൻ തന്നെ ഇടയനായിട്ടും
ഒരുവൻ തന്നെ കുഞ്ഞാടായിട്ടും അവൻ തന്നെ കുഞ്ഞാടിനെ യാഗം കഴിക്കുന്ന മഹാപുരോഹിതനുമായിട്ട് കടന്നു വരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇത് ഇവിടുത്തെ ബന്ധക്കുസ്കാർക്കൊന്നും അറിയത്തില്ല കേട്ടോ, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കിട്ടും. യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ എന്താവശ്യമാണ്? പരിശുദ്ധാത്മാവ് ആവശ്യം. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് ആർക്കും പറയാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് കിട്ടും. അല്ലെങ്കിൽ കിട്ടുന്നത് എന്ത് കിട്ടും? അന്യഭാഷ കിട്ടും. അത് ഏത് ഭാഷയാണെന്ന് വിവേചിക്കണം. അന്യഭാഷ കിട്ടും. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ മാനസാന്തരപ്പെട്ടവനായിരിക്കണം. അവന്റെ എല്ലാ തരികട സ്വഭാവങ്ങളും എല്ലാ പദ്ധതികളും എല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം. അവനിലാണ് ഈ പരിശുദ്ധാത്മാവുള്ളത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കിട്ടുന്ന മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. ഈ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാ? വായിച്ചു? നിങ്ങൾ തന്നെ വായിക്കാം. നമ്മൾ വിട്ടിരിക്കുന്ന കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. എവിടെയാണെന്ന് വായിക്കാം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ്, മാനസാന്തരപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ കിട്ടി. യോന്ന് എവിടെയാ? പറ, എവിടെയാണ്? 10:44 വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് അവൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മളെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പൊ സ്നാനപ്പെടുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് കിട്ടിയെങ്കിൽ അത് പരിശുദ്ധാത്മാവായിരുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? അവര് സ്നാനം വെക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. പെന്തക്കോസ്തുകാരെല്ലാം പറയുന്നുണ്ട് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം മാനസാന്തരം, സ്നാനം, അപ്പോസ്തലന്മാർ ഉപദേശം കേട്ട് കൂട്ടായ്മ കഴിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോകുന്നതാണെന്ന് പെന്തക്കോസ്തുകാരെല്ലാം പറയുന്നുണ്ട്. അത് തെറ്റായ ഉപദേശമാണ്. ഏതാ? പെന്തക്കോസ്തുകാരുടെ ഉപദേശം തെറ്റാ. മാനസാന്തരം, സ്നാനം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ കഴിച്ച് അപ്പം നുറുക്കി പോകുക എന്നാണ് ഇവിടുത്തെ പെന്തക്കോസ് ലീഡേഴ്സ് മുഴുവൻ പറയുന്നത്. അത് അബദ്ധ ഉപദേശമാണ്. നമുക്കതിന്റെ ആവശ്യമില്ല. ആ ദൈവജനത്തിലുള്ളത് എടുത്ത് മാറ്റിയതിനു ശേഷം സ്നാനം എന്നുള്ളൊരു വാക്കുകൊണ്ടല്ല അവിടെ പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ആ യേശുവിന്റെ നാമം ആരെടുത്ത് മാറ്റി? ഇവിടുത്തെ വേദപണ്ഡിതന്മാരെടുത്ത് മാറ്റി. എന്നിട്ട് അവർ സ്നാനമെന്ന് മാത്രമാക്കി. ഞാൻ ഒരിക്കല് ഒരു തൃത്വത്തിലെ ഒരു വ്യക്തിയെ ഞാൻ ചോദിച്ചു. അദ്ദേഹം പോൾ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കൊടുത്തു ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ഈ കാര്യങ്ങൾ 7 കാര്യങ്ങൾ അവിടെ കൊടുത്തു. ഞാൻ അതിനടിയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു. എന്താ, ഇങ്ങനെ ഒരു വചനം ദൈവവചനത്തിലില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും എടുത്ത് കാണിച്ചു തരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം മറുപടി തന്നില്ല. അത് കണ്ടിട്ടുള്ള പലരുമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, കണ്ടിട്ടുള്ള പലരുമുണ്ട്, മറുപടി തന്നില്ല. കാരണം അങ്ങനെ ഒരു വചനമില്ല. വചനം എന്താ ഉള്ളത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവ് യേശുവിന്റെ നാമത്തെ സ്നാനമാക്കാനാണ്. ഇത് അങ്ങ് അവരെ മാറ്റിക്കളയുക. ദൈവവചനത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നവൻ ആരാണെന്നാ ബൈബിൾ പറയുന്നത്? അവൻ കള്ളനാ. ഹല്ലേലൂയ. അവൻ ശപിക്കപ്പെട്ടവനാ. ദൈവവചനത്തിൽ നിന്ന് ഒരു പുള്ളിയെങ്കിലും മാറ്റിക്കളയുവാൻ എനിക്കും നിങ്ങൾക്കും ഇവിടെ അധികാരമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണെങ്കിൽ എന്ത് ചെയ്യും? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തും. അപ്പം പരിശുദ്ധാത്മാവ് ഒരുവന് കിട്ടി, സ്നാനപ്പെടുന്നതിന് മുമ്പ് കിട്ടിയത് അറിയുണ്ടല്ലോ, അവരടുത്ത വഴി എന്ത് ചെയ്യും?
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരിക്കും. അതിനോട് മറുതലിച്ച് നിൽക്കുകയില്ല, അതിനോട് എതിർക്കുകയില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ അവന്റെ പരിശുദ്ധാത്മാവാണെന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗം എന്താ? അവൻ അന്യഭാഷ പറഞ്ഞത് കൊണ്ട് പരിശുദ്ധാത്മാവാണെന്ന് ഇന്നത്തെ പെന്തക്കോസ്തുകാർ പറയുന്നൊന്നും അംഗീകരിക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. അവൻ മാനസാന്തരപ്പെട്ട് അവൻ സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കിട്ടിയെങ്കിൽ ആ പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് നടത്തും? സത്യത്തിലേക്ക് നടത്തും. അവൻ എന്ത് ചെയ്യും? സത്യസ്നാനം സ്വീകരിക്കും. ആ സത്യസ്നാനം സ്വീകരിച്ചില്ലെങ്കിൽ അവനിൽ ഭരിക്കുന്ന പരിശുദ്ധാത്മാവല്ല, ഈ ലോകത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ഇവിടെ കൂടെ നിർത്തുകയാണ്. അടുത്തൊരു വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ അടുത്ത വാക്യം. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. പിന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. എന്താ ഈ രക്തപാനീയ ബലി? രക്തപാനീയ ബലി എന്താ? ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുക. ആ രക്തപാനീയ ബലി എന്നുള്ള വാക്കിൽ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയും? എന്തോ പലരും കൂടെ പറയുന്നതുകൊണ്ട് കർത്താവിന്റെ മേശ, സാത്താന്റെ ഒരു മേശയുണ്ട്. രക്തവും പാനീയവും എല്ലാം ഉണ്ട്. ഈ രക്തവും പാനീയവും കൂടെ നല്ല ശുദ്ധജലം രക്തത്തിൽ കലക്കി അത് അർപ്പിക്കുന്ന ഒരു യാഗമാണ്. അത് എന്നിട്ട് ഇവർ കുടിക്കും. പലരും ലോകജാതികൾ കുടിക്കും. അങ്ങനെ ഒരു സംവിധാനം പണ്ട് വിശുദ്ധന്മാർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ പിന്നെ എന്താ പാനീയ യാഗം എന്ന് പറഞ്ഞൊരു യാഗം ഉണ്ടായിരുന്നു അല്ലേ? യാക്കോ അങ്ങനെ ഒരു യാഗം കഴിച്ചതായിട്ട് പറയുന്നുണ്ട് അല്ലേ? 35 ഉൽപ്പത്തി പുസ്തകം 35-ന്റെ 14 വാക്യം ഒന്ന് വായിച്ചേ. അവൻ തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോ ഒരു കൽത്തൂൺ നിർത്തി. ഒരു പാനീയ യാഗമൊഴിച്ച് എണ്ണയും പാസം. ദൈവം സംസാരിച്ച യാക്കോവിന്റെ ആ പിന്നെ കടന്നുവരവിനെ കുറിച്ച് നമുക്കറിയാം. ഏതാ അതിന് 1-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? 35-1 പോലെ ചില വാക്യങ്ങൾ വായിച്ചു. അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടി പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറണം. നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറണം. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോവുക. എന്റെ കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് താൻ നേർച്ച നേർന്നു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് എന്ത് ചെയ്തു? അത് വലിയ കാശാക്കി. അപ്പൊ അവരുടെ കാതിലുള്ള കുണുക്കുകൾ ഇതെന്താ? അന്യദേവന്മാരെ തൂക്കിക്കൊണ്ട് നടക്കുക. അന്യദേവന്മാരുടെ കൊത്തുപണിയുള്ള കുണുക്കുകളെല്ലാം എന്ത് ചെയ്തു? ആടെ കൊടുത്തു, യാക്കോവിന്റെ കൈ കൊടുത്തു. യാക്കോവ് കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോ അതിനുശേഷം യാക്കോവിന്റെ നേർച്ചയാണ് എന്താ? അവിടെ ദൈവവുമായിട്ട് സംഭാഷിച്ച ആ സ്ഥലത്ത് ഒരു കൽത്തൂണ് നാട്ടി അതിന്റെ മുകളിൽ പാനീയയാഗം എന്ന് പറഞ്ഞാൽ അത് അന്ന് അങ്ങനെ ഒരു വ്യവസ്ഥ. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 29:40 വായിച്ചേ. പുറപ്പാട് 29:40. ഇടിച്ചെടുത്ത കാൽക്കും എണ്ണ പകർന്നിരിക്കുന്ന ഒരിടങ്ങളിൽ നേരിയമാവും പാനീയാഗമായി കാൽക്കും വീഞ്ഞും ആട്ടുകുട്ടിയോടുകൂടെ അർപ്പിക്കണം.
ആട്ടിൻകുട്ടിയോട് കൂടി അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയോട് കൂടി അതിൻ്റെ രക്തത്തോടു കൂടി അർപ്പിക്കണം. ഇതാണ് ഈ പാനീയയാഗം. രക്തത്തിൽ രക്തപാനീയ ബലി എന്ന് പറഞ്ഞാൽ രക്തവും പാനീയും കൂടെ അല്ലെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് യാഗം അർപ്പിക്കുന്നതിനെയാണ്, സമർപ്പിക്കുന്നതിനെയാണ്, ഒഴിക്കുന്നതിനെയാണ്. ഏതെങ്കിലും അവിടെ അടയാളമായി നാട്ടിയിരിക്കുന്ന കല്ലിന്മേലുമൊക്കെ ഒഴിക്കുന്നതിനെയാണ്. അത് പക്ഷെ ഒരു ആരാധനയായിട്ട് ബൈബിൾ നീണ്ടുപോയിട്ടില്ല അല്ലേ? അവർ മനസ്സിലാക്കാൻ വേണ്ടി ആ സമയത്ത് മാത്രം ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. ഇതിനെ കർത്താവ് അവസാനം എന്ത് ചെയ്യുന്നു? ഈ രക്തത്തോടു കൂടിയുള്ള വലിയ പദ്ധതികളൊക്കെ നിർത്തിവെച്ചു. രക്തത്തോടു കൂടി ഭക്ഷിക്കുക കർത്താവ് നിർത്തി, അത് വിലക്കിയതാണ്. ധാരാളം കാര്യങ്ങൾ. ലേവ്യ പുസ്തകം എടുത്ത് ലേവ്യ 3:17 വായിച്ചേ. 3:17 വേദത്തിൽ രക്തവും തിന്നരുത് എന്നുള്ളത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കും. 7:26 വായിക്കാം. ലേവ്യ 7:26. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും യാതൊരു പക്ഷിയുടെയും മൃഗത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. വല്ല രക്തവും ഭക്ഷിക്കുന്നവരെല്ലാം അവൻ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവിടെ രക്തപാനീയ ബലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ട് മാറുകയാണ്. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുക? യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും. അത് തീർന്നപ്പോൾ ആ യാഗം അവിടെ തീരുകയാണ്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് അങ്ങനെയുള്ള ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല, പിന്നെ അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഓണം ആഘോഷിക്കുക അല്ലേ? ഓണാഘോഷം 2-3 പേര് ഓഫീസിൽ അവരറിയാതെ ഓണം ആഘോഷിച്ചു. ആഘോഷത്തിൽ പങ്കുചേർന്നു. സത്യത്തിൽ ഇത് വിഗ്രഹാരാധനയാണ്. ഓണാഘോഷ പരിപാടി നമ്മുടെ വീട്ടിലാണെങ്കിലും പണ്ട് ഒരു 50-60 വർഷത്തിന് മുമ്പ് എൻ്റെ അമ്മാവനൊക്കെ എന്നെ എടുത്തോണ്ട് പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എടുത്തോണ്ട് പോയി നിലത്തിരുത്തി ഇലയൊക്കെ വെട്ടി ഓണമൊക്കെ ആഘോഷിക്കുന്നത്. നമുക്കറിയത്തില്ല, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ കർത്തമേശയ്ക്ക് വന്നു. ഞാൻ ഈ വിഷയം പറഞ്ഞു. 3 പേര് ഇതിൽ നിന്ന് പിന്മാറി. നമ്മൾ ആരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാ? കർത്താവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാ. ഈ ഓണത്തിന്റെ ആഘോഷം ആർക്ക് വേണ്ടിയുള്ള സദ്യയാണ്? പാതാളത്തിൽ നിന്ന് വരുന്ന പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. പാതാളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരാഘോഷവും നടത്തണം. അതിന് നമ്മൾ ഒരു ചടങ്ങിലും നമ്മൾ പോകണ്ട. നമ്മളതിനെ പൂർണ്ണമായിട്ട് തിരസ്കരിക്കണം. അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് പേടിയായിപ്പോയി. ദൈവഭയം ഒരു ഉള്ളിൽ. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് അവരുടെ അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം കണക്കിടുന്നില്ല. ഇനി അത് ആവർത്തിക്കാതിരുന്ന മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. അവരുടെ നാമത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓണാഘോഷത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത. നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചോറും കറികളും ഒക്കെ നമുക്കത് ഉപയോഗിക്കാം. അന്ന് ഒരു പ്രത്യേക ഒരു ആഘോഷം, പ്രത്യേക ഒരു ഇതും എന്താ? അത് വിഗ്രഹാരാധനയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കുന്ന നമുക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളത്, കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ജാതികൾ ആഘോഷിക്കുന്ന എല്ലാ പരിപാടികളിലും നമ്മൾ പങ്കുകൂടാനായിട്ട് പാടില്ല. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഒന്ന് വായിച്ച് റോമാലേഖനം 12:1 മുതൽ. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനകളായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. പൂർണ്ണതയുള്ള ദൈവഹിതമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നന്മയും പ്രസാദവും. പ്രസാദം എന്താ? ദൈവത്തിന്റെ നന്മ. ദൈവം പ്രസാദിക്കുന്നത് എവിടെയാ? ഏതാ? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പൊ നമ്മുടെ ശരീരം ആർക്ക് വേണ്ടിയുള്ളതാണ്?
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് പറയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഈ ശരീരം അന്യദേവന്മാർക്ക് കഴിക്കുന്ന ആരാധനയിലുള്ള ഏതെങ്കിലും ഒരു സന്ധ്യയിൽ പങ്കുകൊള്ളേണ്ട വ്യക്തികളല്ല. അല്ലെലുവേക്കും ആമേനും ഒക്കെ അല്പം കുറവ് വരുന്നോ എനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. അപ്പൊ നമ്മുടെ ഈ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. എനിക്കറിയാം, നമുക്കറിയാം. ഞാൻ എങ്കിലും ചോദിക്കുക, അങ്ങനെ സമർപ്പിച്ച ആരെങ്കിലും പഴയ നിയമത്തിലുണ്ടോ? പഴയ നിയമത്തിലുണ്ടോ? ഏലിയാവ്, ദാനിയേല് അന്നേരം വരേണ്ടതാണ്. ദാനിയേൽ എന്താ? നല്ല മൃഷ്ടാന ഭോജനം, രാജീയ ഭോജനമാ തനിക്ക് തങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞത്. താൻ എന്താ പറഞ്ഞ വാക്ക്? രാജഭോജനം കൊണ്ട് ഞങ്ങളെ അശുദ്ധമാക്കുകയില്ല. എന്ത് ആണത്തമുള്ളവരാ അല്ലേ? ആണത്തമുള്ളവരാ. ഹല്ലേലൂയ. ഏതെങ്കിലും ജാതി ആചാരങ്ങൾ, ദൈവസഭയ്ക്ക് യോജിക്കാത്ത ആചാരങ്ങളോട് ചേർന്ന് നിന്ന് ഞാനൊരു കാര്യം പറയാം. ഒരു ഭാഷ കണ്ണമാരി പറയുന്നതിൽ കുഴപ്പമില്ല, ലൈവും പോകേണ്ടതാണ്. കേട്ടോട്ടെ, ആ ഭാഷകളെ കേൾക്കണം. നമ്മുടെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സ്നേഹിതനാണ് കേട്ടോ. പുള്ളി പട്ടാളക്കാരനാണ്. പുള്ളിക്കാരൻ ആണ് കണ്ണമാരി പള്ളിയിൽ ഈ നേർച്ച സദ്യയുണ്ട്, ഔസേപ്പ് പിതാവിൻ്റെ നേർച്ച സദ്യയുണ്ട് മാർച്ച് 19. അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ ചില ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. അതിലൊരു ഭാരവാഹി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അദ്ദേഹത്തിന് ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ നമ്മുടെ സഭയിലെ വിശ്വാസിയെ ബാബു എന്ന് പറയും. അപ്പോൾ ഈ ബാബു സോദരനെ പുള്ളി വിളിച്ചില്ല. അവിടെ ഈ അതിനുവേണ്ടി ഒരു സദ്യ ഒരുക്കി. ഏതാ ഇവിടെ നടക്കുന്ന പെരുന്നാളിന് വേണ്ടി കൂട്ടുകാരന്മാരെ എല്ലാം വിളിച്ച് നല്ലൊരു സദ്യ ഒരുക്കി. എന്തിൻ്റെ ഓർമ്മയാണ്? ഇവിടെ പിന്നെ ഔസേപ്പ് പിതാവിൻ്റെ പെരുന്നാളാണ്. ആ വിഗ്രഹത്തിന് അർപ്പിക്കുന്ന പെരുന്നാളിന്റെ ഓർമ്മയ്ക്കായിട്ടൊരു സദ്യ ഒരുക്കി. അതൊക്കെ എന്റെ സ്നേഹിതനാ. എന്നെ അയാൾ വിളിച്ചില്ല. അയാൾക്കറിയാൻ ഞാൻ ചെല്ലുകയെന്ന് പറഞ്ഞു. സ്വന്തം ചേട്ടൻ തൊട്ടടുത്ത്, ഒരു കുറ്റം തന്നെ രണ്ടുപേരാ. ചേട്ടനെ വിളിച്ചില്ല. അതൊക്കെ ചെല്ലുകയെന്ന് പറഞ്ഞു. എന്തിന്റെ ആരാധനയാ? വിഗ്രഹാർപ്പിതമാണ്. അവിടുത്തെ ഒരു യേശു നാമത്തിലെ പാസ്റ്റർ, ഞാൻ പേര് പറയുന്നില്ല, ഇയാൾ എന്ത് ചെയ്തു? ഈ സ്വന്തം ചേട്ടൻ ബാബുസോൻ എന്നോട് പറഞ്ഞതാണ്. ബാബുസോൻ ഇറങ്ങി വരുമ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് കൈ കഴുകി മുഖം ഒക്കെ നല്ലപോലെ തുടച്ചിട്ട് പ്രൈസ് ലോർഡ് ബാബുസോനാന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. ആരാ? ഈ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ പാടില്ലാത്ത ഉപദേശിക്കുന്ന ഈ ഉപദേശി കയറി വിഗ്രഹാർപ്പിതം ആവശ്യം പോലെ കഴിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. ദാനിയേൽ പറയുന്നു, രാജകീയ ഭോജനമാണെങ്കിലും ഞങ്ങൾ പച്ചവെള്ളവും പയറും കഴിച്ച് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. എങ്കിലും ഞങ്ങളുടെ ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് രാജകീയ ഭോജനത്തിന്റെ പ്രത്യേകത എന്താ? വിഗ്രഹാർപ്പിതമല്ല. അവരെന്ത് അർപ്പിച്ചാലും ആദ്യം അവിടുത്തെ ദേവന്മാർക്ക് അർപ്പിച്ചതിന് ശേഷം കൊടുക്കുള്ളൂ. രാജകീയ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല. വാക്യം വായിക്ക്. വാക്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിന്റെ വായിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് നിശ്ചയിക്കുന്നവൻ, ഒരു നിശ്ചയം, ദൃഢനിശ്ചയമുള്ളവനാ ദൈവമക്കള്. അവൻ ഒരു തീരുമാനമുണ്ടാകണം. നമ്മുടെ ശരീരവുമായിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാകണം അല്ലേ? നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു ശ്രേഷ്ഠ ശരീരം, അതിശ്രേഷ്ഠ ശരീരം നമുക്ക് വേണ്ടിയുണ്ട്. അത് കർത്താവായ യേശുവാണ്. ആ ശരീരത്തോട് യോജിക്കേണ്ടതാണ്
നാം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം ആരാ? എന്താ? നമ്മുടെ ശരീരം. ദൈവത്തിന്റെ മന്ദിരത്തെ ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് ഇരുത്താനോ ആവശ്യമില്ലാത്തതെല്ലാം കൂടെ ഉള്ളിൽ കൊടുക്കാനോ ഉള്ളതല്ല. ദൈവത്തിന്റെ ശരീരത്തെ, മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നമ്മളത് അറിയണം കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കണം, എപ്പോഴും എന്തെങ്കിലും കൊടുത്തു. ഈ ദിവസം തന്നെ ലോകജാതികൾ നടത്തുന്ന പോലെ നമുക്ക് ആഘോഷിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്നും നമുക്ക് ഇവിടെ മറ്റൊന്നും വിലക്കിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല, അവരുടെ രാജഭോജനം കൊണ്ട് എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഹൃദയത്തിൽ നിശ്ചയിച്ചില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിലായി, ഞാൻ കൂടുതൽ സമയങ്ങളിലേക്ക് പോകുന്നില്ല, ഈ നാളുകളിലായിട്ട് ദൈവവചനത്തെ അനുസരിച്ച് നമുക്ക് ജീവിക്കണം. ഹല്ലേലൂയ. കഴിവതും ദൈവത്തോട് വളരെ ദൈവത്തിന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് എന്താ? കഴിയുമെങ്കിൽ സകലരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം, അതിൽ ഉത്സാഹിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ അടുത്ത ഒരു സഹോദരൻ വന്നു. തൻ്റെ അപ്പൻ കഴിഞ്ഞ ദിവസം മരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 7 നടക്കുക. വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ അപ്പൻ്റെ 7ആണ്, ബ്രദർ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, ബ്രദറിന് അറിയാമല്ലോ, ഞാനിവിടെ താമസിച്ചിട്ട് 7 നിങ്ങളുടെ മരണത്തിനോ മറ്റു കല്യാണത്തിനോ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞാൻ വരും, പക്ഷെ 7 നടത്താനായിട്ട് അതിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ വരില്ലെന്ന് അറിയത്തില്ലേ? അറിയാം ബ്രദർ വരികയെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് ബ്രദറിനോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകുക എന്നുള്ളത് ഞങ്ങളുടെ മര്യാദ കൊണ്ട് അങ്ങ് പറഞ്ഞത്. പറഞ്ഞാൽ അത് കുഴപ്പമില്ല. കാരണം ഇത് 7 പറഞ്ഞാൽ എന്താ? മരിച്ചതിന് ശേഷം അതിൻ്റെ പേർക്ക് നടത്തുന്ന ഒരു ഇതാണ്. അശുദ്ധം. മരിച്ച ദിവസം നമ്മൾ സാധാരണ കഞ്ഞിയൊക്കെ ചോറൊക്കെ വെക്കുമല്ലോ, നമ്മളത് കഴിക്കാം, സഹകരിക്കാം, എല്ലാ കാര്യത്തിലും സഹകരിക്കാം. ഇത് ദൈവവചനത്തിന് നിരക്കാത്ത ഒത്തിരി സംഗതിയാണ്. നിരക്കാത്ത സംഗതി നമ്മൾ പോയി കഴിച്ച് നമുക്ക് അതിൻ്റെ ക്ഷീണം ഉണ്ടാകും. എനിക്കത് അനുഭവമായിട്ടുണ്ട്. എനിക്കറിയുന്നില്ലായിരുന്നു ഇങ്ങനെയുള്ള സംഗതി. ഞാൻ കഴിച്ചു ഇറക്കിക്കൊണ്ടിരിക്കും, വേറെ സംസാരം എടുക്കും. മരിച്ചയാൾക്ക് ഒരു വീതം കൊണ്ട് വെച്ചോന്ന്, കത്തോലിക്ക കുടുംബത്തിൽ തന്നെയാണ്, ഒരു വീതം കൊണ്ട് വെച്ചോന്ന്. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ തന്നെയാണ്. ഞാൻ അപ്പൻ്റെ 7ആണ്. അപ്പോൾ നമുക്ക് അത്ര കാര്യമില്ല, വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇത് കഴിച്ച് ഒരു പിടി വെച്ച് അപ്പച്ചയ്ക്ക് കൊടുത്തു, അപ്പച്ചനെ കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മൂത്ത ചേട്ടനോട് ചോദിച്ചു, ഏതപ്പച്ചൻ? അല്ല, നമ്മുടെ മരിച്ചുപോയ അപ്പച്ചൻ. അതിൻ്റെ പേര് നടക്കുന്ന സദ്യയല്ലേ. എന്നാലുമാണ് ഇതിൻ്റെ അപകടം എനിക്ക് മനസ്സിലായത്. അവസാനം എനിക്കൊരു വല്ലാത്ത വിഷമമായി കേട്ടോ മനസ്സിന്. ഞാൻ കഴിച്ചില്ല, ഞാൻ എഴുന്നിട്ടു. പിന്നെ ഞാൻ 3 ദിവസം ഉപവാസം എടുത്തു. എന്തോ ഒരു വലിയ ഭാരം എൻ്റെ ഉള്ളിൽ. ഞാൻ അസ്വസ്ഥനായി. ദൈവസഭയിൽ 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ദൈവം വിടുവിച്ചു. അതിനുശേഷം ഒരു 7ന്റെ പരിപാടിക്ക് ഞാൻ പോയി. അതേസമയത്ത് ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങളെ ഒരുവൻ കല്യാണത്തിന് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ക്ഷണിച്ചാൽ നിങ്ങൾ ധൈര്യത്തോടെ പോയി കഴിച്ചോ. അത് കല്യാണം നടക്കുന്ന ക്ഷേത്രത്തിന്റെ അവിടെയാണ് അവർക്ക് സൗകര്യമുള്ളത്. അത് കഴിച്ചോളാം. ബൈബിളിൽ വാക്യമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ കല്യാണത്തിന് വിളിച്ചു. ഇവിടുത്തെ ഒരു SI ആണ്, പുള്ളി റിട്ടയർഡാണ്. ഞാനിവിടെ പാലാരിവിടെ താമസിക്കുന്നത്. എന്നോട് പറഞ്ഞു, ബ്രദറെ എൻ്റെ മോൻ്റെ കല്യാണമാണ്, പറഞ്ഞു. എവിടെ വെച്ചാണ് നടക്കുന്നതിൻ്റെ സദ്യയൊക്കെ എവിടെ വെച്ചാണ്? അവിടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ അവിടെ ഉള്ള ഒരു അതിൻ്റെ അടുത്ത് തന്നെ അമ്പലത്തിൻ്റെ ചേർന്നുള്ളത്. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് അവിടെ ചിലപ്പോൾ ഒരു 3-4 കല്യാണം. ഇത് ഏത് കല്യാണമാണ്? അന്ന് എവിടെങ്കിലും കയറി എന്തെങ്കിലും കഴിച്ചിട്ട് ഇത് കൊടുക്കുന്നത് ശരിയല്ലോ. ഞാനവിടെ കുറച്ച് നേരം നോക്കിയിട്ട് കണ്ടില്ല, ഇവരെ കണ്ടില്ല. ഇവരുടെ സമയത്തിൻ്റെ തെറ്റാണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. തൊട്ടായിരൊക്കെ വീട്ടിൽ വന്നു. അന്ന് വൈകിട്ട് ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഞാൻ അവിടെ വന്നിരുന്നു. പക്ഷേ അവിടെ വേറെ 3-4 കല്യാണം ഉണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല, കഴിച്ചില്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞ് ഈ പ്രസൻറ്റേഷൻ കൊടുത്തു. ഉടൻ തന്നെ അവർ ചായയൊക്കെ തന്നു. ഞാൻ പോരുകയും ചെയ്തു. ബൈബിളിലത് വാക്യമുണ്ട്. നിങ്ങളെ ഒരു സദ്യക്ക് ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സദ്യക്ക് ക്ഷണിച്ചാൽ നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. അത് വിഗ്രഹത്തിന് അർപ്പിച്ചതല്ല. അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ഹാളിലാണ് നടക്കുന്നത് ഈ സദ്യ ഒരുക്കുന്നത്. പക്ഷെ ഇതൊക്കെ വിഗ്രഹാർപ്പിതമാണ്.
പക്ഷെ അത് കഴിക്കാൻ ഇട വന്നില്ല കേട്ടോ. എന്ത് അവിടെ ഇത് കണ്ടിരുന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കയറി കഴിച്ച് ആരെങ്കിലും വന്ന്, ഇപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ ഇവിടെ ടൗണിലൊക്കെ വലിയ കല്യാണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോളേജ് കുട്ടികളും വലിയ എല്ലാം ടിട്ടോപ്പിൽ വലിയ ടീമുകളുണ്ട് കടന്നു കയറി. ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തിയപ്പോൾ 50-60 പേരന്ന് വെളിയിൽ കയറി. അവസാനം തികഞ്ഞില്ല, സാധനം തികഞ്ഞില്ല. ഒരു ഗ്രൂപ്പ് ഇങ്ങനെ 50 ഒന്നിച്ച് കയറി, വേറെ ഗ്രൂപ്പും കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്ന് എന്നിട്ട് നേരത്തെ തന്നെ എന്തോ കാർഡ് കൊടുക്കും, കാർഡ് അനുസരിച്ച് അവിടെയൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും അന്ന് എനിക്ക് പോകാനായിട്ട്, കാരണം പോയാൽ അവിടെ പലരും ചെല്ലും. ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും പിടിക്കണമെന്നുണ്ടെങ്കിൽ താൻ ആരുടെ കല്യാണത്തിൽ വന്ന്, അപ്പോൾ എനിക്ക് അവരുടെ അറിഞ്ഞാറിൻ്റെ പേര് അറിയത്തില്ല, നമ്മുടെ തൊട്ടയലോകാരനാണ്, ഞാനവിടെ താമസിച്ചപ്പോൾ തൊട്ടയലോകാരനാണ്. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ദൈവികമല്ലാത്ത ഒന്നും നമ്മുടെ ശരീരത്തിൽ വേണ്ട. ദൈവികമല്ലാത്ത ഒന്നിനോടും നമുക്ക് ബന്ധം വേണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്താ, നിങ്ങൾ അശുദ്ധമായതൊന്നും തുടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ളത് തുടരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഒരു വിശുദ്ധ വർക്കാനും കൂടെ എറണാകുളം ദൈവസേവയായിരിക്കാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ വേണം ദൈവം നയിക്കുന്ന നല്ല സമയത്ത് ഓർത്ത് നന്ദി പറയുന്നു. നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധവാചകത്തെ കുറിച്ച് കേൾക്കുകയായിരുന്നു. നമുക്ക് റോമാലേഖനം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യും. നിങ്ങളുടെ വിശ്വാസം സകല ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ കർത്താവായ യേശുവിനെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യും. ഇന്ന് ലോകത്തിലെ അനേകമായ വിശ്വാസങ്ങളും ആചാര രീതികളും അനേക ലക്ഷത്തിലേറെ ആരാധന പുരുഷന്മാരുമുള്ള അല്ലെങ്കിൽ മിഥ്യാ ദൈവങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അനേക വിശ്വാസമുള്ള ഈ ഭൂമിയിൽ ഒരു പ്രത്യേക വിശ്വാസമുണ്ട്, അതിപ്രസിദ്ധമായ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത ഒരിക്കലും നശിച്ചു പോകുന്ന വിശ്വാസമല്ല. ഒരു മനുഷ്യൻ അതിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവന് ജീവനിൽ നിന്നും ജീവനിലേക്ക് തന്നെ, അല്ലെങ്കിൽ മരണത്തിൽ നിന്നും അവനെ ജീവനിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിശ്വാസമാണ്. ലോകത്തുള്ള ഈ അനേക വിശ്വാസത്തിലും എല്ലാ വിശ്വാസങ്ങളും ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തകർന്നു പോകുമ്പോൾ, ഇവിടം കൊണ്ട് അവസാനിച്ചു പോകുമ്പോൾ നിലനിൽക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. ഈ ലോകത്തിൻ്റെ അനാചാരങ്ങൾക്കും ഈ ലോകത്തിൻ്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആയി നമ്മൾ കീഴ്പ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും യഥാർത്ഥമായി പ്രസിദ്ധമായൊരു വിശ്വാസം ക്രിസ്തു യേശു നമുക്ക് നൽകപ്പെട്ട, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട, അവൻ നമുക്ക് മാതൃക കാണിച്ചു തന്ന, നമുക്ക് പ്രത്യാശയുടെ വചനങ്ങൾ പകർന്നു തന്ന, നമുക്ക് ജീവന്റെ വചസ്സുകൾ തന്ന ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഇത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു വിശ്വാസമല്ല. മറ്റുള്ള എല്ലാ വിശ്വാസങ്ങളും ഏറിയാൽ 80 അല്ലെങ്കിൽ 100 വർഷം ജീവിച്ചിരുന്നാലും അതുകൊണ്ട് ഈ യാത്രയിലൂടെ നശിച്ചു പോകുന്ന, ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ നശിച്ചു പോകുന്ന ഒരു വിശ്വാസമാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന അനേക വിശ്വാസങ്ങൾ. യേശുവിനുള്ള വിശ്വാസം ഒഴിച്ച് മറ്റെല്ലാ വിശ്വാസങ്ങളും ഇവിടം കൊണ്ട് തീർന്നു പോകുന്ന വിശ്വാസമാണ്. എന്നാൽ ക്രിസ്തയേശുവിലൂടെയുള്ള വിശ്വാസം നമ്മളെ അതിലേക്ക് യോഗ്യരാക്കിയത് കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അനേക ലക്ഷം കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഭൂമിയിൽ അപൂർവം എണ്ണങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ചുരുക്കം എണ്ണങ്ങളിൽപ്പെട്ട ഓരോ വ്യക്തികളായിരിക്കുവാൻ തക്കവണ്ണം, അവന്റെ മകനും മകളുമായി തീരുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മുടെ പുണ്യപ്രവൃത്തി ഒന്നും കൊണ്ടല്ല, യേശു ക്രിസ്തുവിനെ നമ്മോടുള്ള കൃപ കൊണ്ട് മാത്രമാണ്. ആകയാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഓട്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ, ഈ ഭൂമിയിൽ നിന്നും നമ്മൾ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഈ കാലഘട്ടത്തിൽ മരിച്ച്
അടക്കപ്പെട്ടു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിന് അല്ലെങ്കിൽ നാം മരിക്കുന്നതിന് മുമ്പോ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ രണ്ടാം വരെ വരികയാണെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടുവാനും, അതല്ല എങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ കാലത്തിന് വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ അവരെ കാഹളധ്വനി കേൾക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട് മറുരൂപമായി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ വിശ്വസിക്കാനൊക്കെ തയ്യാറുവാൻ യോഗ്യരാക്കി തീർക്കുവാൻ അവരെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അത് പാപമോചനം പ്രാപിച്ച് ദൈവമേ സ്നാനമേറ്റ് കർത്താവിൻ്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വിശ്വാസം അതെ അതിവിശുദ്ധമായ വിശ്വാസം. അതാർക്കും അതിൻ്റെ വില മതിക്കുവാൻ സാധ്യമല്ല. ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ബുദ്ധിമാന്മാരുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉന്നതങ്ങളിൽ മകുടം ചൂടിയ വ്യക്തിജീവിതങ്ങളുണ്ട്. ഇന്ന് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും ഈ ഭൂമിയിലെ മണ്ണിൽ നിന്നും ജീവിക്കാതെ മറ്റു ഉപഗ്രഹങ്ങളിലൊക്കെ പോയി കുടിൽ കെട്ടി പാർക്കുന്ന കാലഘട്ടങ്ങളാണ്. പക്ഷെ എന്നിരുന്നിട്ടും ഈ വിശ്വാസത്തിൽ, ഈ അതിപ്രസിദ്ധമായ വിശ്വാസത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും ഈ ലോകത്തിൻ്റെ ഇതുകൊണ്ട് ആശ്രയിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോകത്തെ കീഴടക്കിയ അനേകം വ്യക്തിജീവിതങ്ങൾ ഇന്ന് മൺമറിഞ്ഞു പോയിട്ട് അവർക്ക് ഈ പ്രസിദ്ധമായ വിശ്വാസം ഏറ്റെടുക്കുവാൻ സാധിച്ചു. അവർക്ക് ലഭിച്ചിട്ടില്ലാത്ത മഹാഭാഗ്യം നമുക്ക് ലഭിച്ചത് നമ്മുടെ കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നമുക്ക് ഇന്നും നമുക്ക് ദൈവസഭയിൽ നിന്ന് നിൽക്കുവാനും നമുക്ക് ഈ ഭൂമിയിൽ ഒരു വിശ്വാസം തീർത്തൊരു വിശ്വാസം തന്നതും കർത്താവിൻ്റെ ദാനം തന്നെയാണ്. ഈ ദാനം കിട്ടാത്ത എത്രയും പേരുണ്ട്. യേശുവിനെ യഥാർത്ഥത്തിൽ യേശുവിനെ ആത്മാവിൻ ശക്തിയിലും അറിഞ്ഞ് ആരാധിക്കുവാൻ സാധിക്കാത്ത അനേകർ ഈ ഭൂമിയിലുള്ളപ്പോൾ പാതാളത്തിന് അടിയിലേക്ക് പോകേണ്ടിയിരുന്ന, പാതാളത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച, കണ്ണുനീരിൽ നിന്ന് നമ്മെ വിടുവിച്ച്, കാലിലെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കത്തക്ക വണ്ണം അതെ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്നുള്ള വചനത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹം തന്നെ എത്രയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കർത്താവിനോട് കൂടെ വസിപ്പാൻ തക്കവണ്ണം നമ്മൾ കാത്തിരിക്കുകയാണ്. അവൻ്റെ രണ്ടാം വരവിന് കാത്തിരിക്കുകയാണ്. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മളെ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്, താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ട്. അത് നമ്മൾ ആരെയും സാക്ഷി നോക്കേണ്ട കാര്യമില്ല. അതെ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്ത യേശു ക്രിസ്തു ആവുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ സാക്ഷ്യം. നമ്മുടെ ആ സാക്ഷ്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ശേഷിപ്പെട്ട ജീവിതങ്ങളിലൊക്കെ ദൈവം ശക്തി നൽകട്ടെ. നമ്മൾ വീണു പോകാൻ ഇടവരാതെ ധൈര്യപ്പെട്ട് സധൈര്യം മുന്നോട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, ചിലരുടെ വിശ്വാസം കപ്പലുകൾ തകർന്നു പോയെന്ന് നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ, അത് വീണുടഞ്ഞു പോകാതെ, കാറ്റത്തിൽ എറിഞ്ഞു പോകാതെ, അത് യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് വിശ്വാസ നായകനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ അംഗീകരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്